الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اتقوا الله عباد الله. ഏറ്റവും സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവാചക ദൗത്യവുമായി കടന്നു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പരിപൂർണമായി വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്നും ഉതിർന്നു വീഴുന്ന ഓരോ നന്മകളെയും തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിച്ച ആളുകളാണ് സ്വഹാബ കിറാമുകൾ. പറഞ്ഞു വരുന്നത്
ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുവാനുള്ള അങ്ങേയറ്റത്തെ ഭാഗ്യം ലഭിച്ച ആളുകൾ. നമ്മൾ നമ്മുടെ പ്രവാചകനെ നമ്മൾ കണ്ടിട്ടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുവാനുള്ള അവസരവും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുവാനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ സഹവസിക്കുവാനുമുള്ള അവസരം, വലിയ ഭാഗ്യം നാളെ റബ്ബ് കൊടുക്കും. ആർക്ക്? അള്ളാഹനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക്. അതിന് ചില വിഷയങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ സഹവസിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ ഗൗരവപൂർവം അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു ആ സ്വർഗത്തിൽ കടക്കാൻ. അതിലുപരി നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആ സ്വർഗത്തിൽ സഹവസിക്കാൻ. അതിലൊന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക എന്നുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അധ്യാപനം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു അധ്യാപനം അവൻ ശരിക്ക് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകനെയും അള്ളാഹുവിനെയും അനുസരിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ബാധ്യതയാണ്. ഒരു പക്ഷെ കുടുംബക്കാരെതിരാകാം, ഒരു പക്ഷെ മാതാപിതാക്കളെതിരാകാം. പക്ഷേ വിശ്വാസി അവന്റെ മനസ്സിൽ രൂഢമൂലമായി കൊണ്ട് ചിന്തിക്കണം, അവൻ പ്രതിജ്ഞയെടുക്കണം, ആര് എന്ത് കൽപ്പിച്ചാലും എന്റെ പ്രവാചകനെ ഞാൻ അനുസരിക്കും, അള്ളാഹുവിനെ ഞാൻ അനുസരിക്കും, മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ഞാൻ സ്ഥാനം കൊടുക്കില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞയാണ് വിശ്വാസികളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടത്. അല്ലാഹു പറയാ, അങ്ങനെ ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചാൽ, ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചു കഴിഞ്ഞാൽ فَأُولَٰئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِمْ مِنَ النَّبِيِّينَ وَالصِّدِّيقِينَ وَالشُّهَدَاءِ وَالصَّالِحِينَ وَحَسُنَ أُولَٰئِكَ رَفِيقًا. എത്ര ഹൃദ്യമായിട്ടാണ് വിശ്വാസികളെ അല്ലാഹ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചു കഴിഞ്ഞാൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, യാതൊരു കൂട്ടരായിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചൊരിഞ്ഞുപോകും. ആ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ കൂടെയായിരിക്കും ആരൊക്കെയാണ്? മിനൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, പ്രവാചകന്മാർ, അതുപോലെ തന്നെ സത്യസന്ധന്മാർ, ശുഹദാക്കൾ, സച്ചരിതരായിട്ടുള്ള ആളുകളോടൊപ്പമായിരിക്കും. അപ്പൊ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചാൽ വിശ്വാസികളെ നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമുക്ക് നാളെ സ്വർഗത്തിൽ സഹവസിക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. ഇൻഷാ അല്ലാഹ് വളരെ വിസ്തരിച്ചുകൊണ്ട് നമുക്ക് റബീഉൽ അവ്വൽ മാസത്തിൽ വിശദീകരിക്കാനുള്ള വിഷയമാണ്. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും പരിപൂർണ സത്യവിശ്വാസിയാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി, അവന്റെ പിതാക്കളെക്കാൾ, അവന്റെ മക്കളെക്കാൾ, ജനങ്ങളെക്കാൾ എല്ലാറ്റിലും ഉപരി
എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. വിശ്വാസികളെ, പ്രവാചകനോടുള്ള സ്നേഹം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണ്. അതൊരു മാസം വരുമ്പോൾ മാത്രം പോരാ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ സന്ദർഭം വരുമ്പോൾ നമുക്ക് വിശാലമായിട്ട് വിശദീകരിക്കാം. നമ്മൾ നമ്മുടെ എല്ലാറ്റിനേക്കാളും നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്നാണ്. നമ്മുടെ സുന്ദരമായ വീടിനേക്കാൾ, തരുണിമണികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമയായി നമുക്ക് നൽകിയ നമ്മുടെ മക്കളെക്കാൾ, നമ്മുടെ സമ്പത്തിനേക്കാൾ എല്ലാറ്റിനും വലുതായിട്ട് നമ്മുടെ ഹബീബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ വിശ്വാസികളെ നമുക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമുക്ക് നാളെ സ്വർഗത്തിൽ സഹവസിക്കാം. അതുപോലെ സുജൂദ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സുന്നത്ത് നമസ്കാരം അധികരിപ്പിക്കുക. ഈ വിഷയം പറയുമ്പോൾ വിശ്വാസികളെ ഞാനും നിങ്ങളും ചിന്തിക്കണം. സുജൂദ് വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ സുന്നത്ത് നമസ്കാരം നമ്മൾ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുക. അതിലുപരി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഫർദ് നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഞാൻ എവിടെ എത്തി നിൽക്കുന്നു. ആദ്യം നിർബന്ധ നമസ്കാരം കഴിഞ്ഞിട്ട് വിശ്വാസികളെ എത്ര ആളുകളാണ് ഈ ജീവിതത്തിന്റെ ഇടക്ക് പോലും അള്ളാന്റെ പരീക്ഷണങ്ങൾ അടിക്കടിക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴും യാതൊരുവിധ ശ്രദ്ധയുമില്ലാതെ അലസതയോടും അഹംഭാവത്തോടും ഗർവോടും കൂടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ മനസ്സിലാക്കിയിട്ട് പോലും നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കുവാൻ അവർക്കിനിയും സമയമായിട്ടില്ല. എത്ര വലിയൊരു വിരോധാഭാസമാണ് വിശ്വാസികളെ. നമ്മൾ അങ്ങനെ ആകരുത്. മറിച്ച് നമസ്കാരത്തിന്റെ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ നാം എടുക്കേണ്ടതുണ്ട്. ഇവിടെ മഹാനായ റബീഅത്ത് ഇബ്നു മാലിക് അസ്ലമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എന്നോട് പറഞ്ഞു, നീ ആവശ്യമുള്ളത് എന്നോട് ചോദിച്ചു കൊള്ളുക, നിനക്ക് ആവശ്യമുള്ളത് എന്നോട് ചോദിച്ചു കൊള്ളുക. അപ്പോൾ ഈ സ്വഹാബി പറയുകയാണ്, ഫഖുൽതു അസ്അലുക മുറാഫഖതക ഫിൽ ജന്നാം. ആ സന്ദർഭത്തിൽ ഞാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയേ, സ്വർഗത്തിൽ താങ്കളോടൊപ്പമുള്ള സഹവാസമാണ് എനിക്ക് ഇഷ്ടമുള്ളത്. സ്വർഗത്തിൽ എനിക്ക് താങ്കളോടൊപ്പം കഴിയണം പ്രവാചകരേ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ഖാല അവ ഗൈറ ദാലിക, അത് മാത്രമാണോ സഹോദര, വേറെ വല്ലതുമുണ്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ റബീഅത്ത് ഇബ്നു മാലിക് അസ്ലമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹുവദാക, പ്രവാചകരേ, എനിക്കത് മാത്രമാണ് ഏറ്റവും വലിയ ഇഷ്ടമുള്ളത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി, ഫഇന്നി അലാ നഫ്സിക ബികസ്റതി സുജൂദ്, എന്നാൽ നീ സുജൂദ് വർദ്ധിപ്പിച്ചോ, സുന്നത്ത് നമസ്കാരങ്ങൾ നീ അധികരിച്ചോ, എങ്കിൽ നിനക്ക് എന്റെ കൂടെ നാളെ സ്വർഗത്തിൽ സഹവസിക്കാമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയോട് മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിശ്വാസികളെ, ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും എത്രയെത്ര സൗകര്യങ്ങളാണ് നമുക്കുള്ളത്. വെള്ളവും അതുപോലെ തന്നെ വാഹനവും സുന്ദരമായ അള്ളാഹുവിന്റെ ഭവനവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടും ആ റബ്ബിങ്കലേക്കൊന്ന് മടങ്ങാൻ, പരലോകത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ, നരകത്തെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ, നാളെ പോയി കിടക്കേണ്ടുന്ന ഖബറിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ വിശ്വാസികളെ ഇനിയും നമുക്ക് സമയമായിട്ടില്ലേ? വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ചിന്തിക്കുക. കണ്ടോ, സ്വഹാബികൾ ആഗ്രഹിച്ചത് അതായിരുന്നു. എല്ലാറ്റിനും വലുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കണ്ടു. അതുകൊണ്ടല്ലേ യുദ്ധത്തിൽ പോലും സ്വഹാബത്ത് സ്വന്തം മാരിടം കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വരുന്ന അമ്പുകളെ നെഞ്ചിലേറ്റിയ സ്വഹാബാ കിറാമുകൾ. വിശ്വാസികൾ എത്ര വലിയ ഫضലായിരിക്കും അത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണുക, സുജൂദ് അധികരിപ്പിക്കുക, സുന്നത്ത് നമസ്കാരത്തിൽ
കൂടുതൽ കൂടുതൽ ശ്രദ്ധ നമ്മൾ കൊടുക്കുക. അല്ലേ? ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോ ഇമാം ഇങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ വിശ്വാസികളെ സ്വർഗത്തിന്റെ ആയത്തുകൾ കടന്നു പോകുമ്പോ റബ്ബിനോട് ചോദിക്കാൻ കഴിയണം നമുക്ക്, റബ്ബേ ആ സ്വർഗത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ. നരകത്തിന്റെ വചനങ്ങൾ കടന്നു പോകുമ്പോൾ വിശ്വാസികളെ റബ്ബിനോട് ചോദിക്കാൻ കഴിയണം നമുക്ക്, റബ്ബേ നരകത്തിൽ നിന്ന് എന്നെ നീ കാത്തുരക്ഷിക്കണമേ എന്ന്. നമ്മൾ ചിന്തിച്ചത് എന്താ? ഇത് എങ്ങനെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയെങ്കിൽ വേഗം ഇവിടുന്ന് പോകായിരുന്നു. നമുക്ക് തിരക്കാണ്, ദുനിയാവിന്റെ തിരക്ക്. തിരക്കൊക്കെ പോണൊരു ദിവസം വരാണ്ട്, തിരക്കൊക്കെ പോകും. അതുപോലെ തന്നെ നമ്മുടെ തിരക്കിന്റെയും നമ്മുടെ സമയമില്ലായ്മയുടെയും ഒക്കെ അവസ്ഥ വിശ്വാസികൾ ഒരു ദിവസം നമ്മൾ കാണും. അന്ന് നമുക്ക് കണ്ടിട്ട് ഒരു വിഷയവുമില്ല, ദുനിയാവിലേക്കൊരു മടക്കൽ. അല്ലാഹ് നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. വിശ്വാസികളെ, അതുകൊണ്ട് ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടുന്ന വിഷയമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ സഹവസിക്കുക എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അനാഥകളെ സംരക്ഷിക്കുന്നവരുണ്ടോ? അനാഥയെ സംരക്ഷിക്കുന്നവൻക്കും എന്റെ കൂടെ നാളെ സ്വർഗത്തിൽ സഹവസിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹാകദാ. ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കും. വഅശാറ ബിസ്സബാബതി വൽ വുസ്താ വഫറജ ബൈനഹുമാ ശൈആ. അവിടുന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൂണ്ടുവിരലും നടുവിരലും അല്പം വിടർത്തി ഇങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും. കണ്ടോ? ചൂണ്ടുവിരലും നടുവിരലും എന്ന് പറഞ്ഞ എന്താ അർത്ഥം? വിശ്വാസികളെ ഒപ്പായിരിക്കുന്നു, എന്റെ കൂടെ ആയിരിക്കുന്നു. വിശ്വാസികളെ, അനാഥക്ക് വലിയ സ്ഥാനാണ് പരിശുദ്ധ ഇസ്ലാം കൊടുത്തിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാണ്, ലോകത്ത് എത്ര കുട്ടികൾ പ്രയാസപ്പെടുന്നുണ്ടെന്ന് അറിയോ? നമ്മുടെ മക്കൾക്ക് സുന്ദരമായിട്ടുള്ള വസ്ത്രം മേടിച്ചു കൊടുക്കുമ്പോ, നമ്മുടെ ഭവനത്തിൽ നല്ല സുരക്ഷിതമായ ഭക്ഷണം നമ്മൾ വിളമ്പിക്കൊടുക്കുമ്പോ, പെരുന്നാൾ കടന്നു വരുമ്പോ നമ്മുടെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രവും ആഹാരവും ഒക്കെ നമ്മൾ കൊടുക്കുമ്പോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ലോകത്ത് ഒരുപാട് കുട്ടികളുണ്ട്, അനാഥ കുട്ടികള്, പ്രയാസപ്പെടുന്ന ആളുകള്. അവരെ കണ്ടറിഞ്ഞവരെ സഹായിക്കുവാനുള്ള ഒരു മനസ്സ് വിശ്വാസികള് ഗൗരവത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അല്ലെ? മരണം നമുക്കും വരാലോ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കളും അനാഥകളായിട്ട് മാറാം. റബ്ബ് നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിശ്വാസികളെ, അനാഥകളുടെ വിഷയത്തിൽ വളരെ ഗൗരവപൂർവം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു, ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഒപ്പമായിരിക്കും, അടുത്തായിരിക്കും. അതുകൊണ്ട് ഗൗരവപൂർവം നമ്മൾ കാണുക. വലാ തഖ്റബൂ മാലൽ യതീം. അല്ലാഹുവിന്റെ ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടി നമ്മളെ പഠിപ്പിച്ചില്ലേ? നന്മയോട് കൂടിയിട്ടല്ലാത്ത രൂപത്തിൽ നിങ്ങൾ അനാഥകളുടെ സ്വത്തിലേക്ക് നിങ്ങൾ അടുത്ത് പോകരുതേ എന്ന് പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. അപ്പോ അനാഥകളെ സംരക്ഷിച്ചാലും നമുക്ക് നാളെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ സഹവസിക്കാം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ വിശ്വാസികളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ സഹവസിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണുക, ഇന്ന മിൻ അഹബ്ബികും ഇലയ്യ വ അഖ്റബികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. തീർച്ചയായും അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നവൻ അഹാസിനകും അഖ്ലാഖാ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സൽ സ്വഭാവമുള്ളവനായിരിക്കും. വിശ്വാസികളെ, വലിയ ഗൗരവപ്പെട്ട വിഷയമാണ് സൽ സ്വഭാവം. എന്താണ് ഈ സൽ സ്വഭാവം എന്ന് പറഞ്ഞ? നല്ല സ്വഭാവം എന്ന് പറഞ്ഞ നമ്മുടെ വരവ് കണ്ട ഒരു മനുഷ്യൻ ആഗ്രഹിക്കണം, റബ്ബേ അയാൾ എൻ്റെ അടുത്തേക്കൊന്ന് വന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ,
അല്ലേ? അയാൾ എന്നോടൊന്ന് ചിരിച്ചുവെങ്കിൽ, അല്ലെങ്കിൽ അയാൾ എന്നോടൊന്ന് എന്റെ വിശേഷങ്ങൾ ചോദിച്ചിരുന്നുവെങ്കിൽ എന്ന് നമ്മളെക്കുറിച്ച് ജനങ്ങൾ നല്ല രൂപത്തിൽ ആഗ്രഹിക്കണം. അവനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അൽ അമീനായി ജീവിച്ച അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശത്രുക്കൾക്കിടയിൽ വരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൽ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തെ അങ്ങേയറ്റം വെറുത്ത ആളുകൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ആകാൻ കഴിയണം നമുക്ക്, അല്ലേ? അള്ളാഹ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലേ, പ്രവാചകരെ അങ്ങ് ഏറ്റവും നല്ല സൽ സ്വഭാവത്തിന്റെ ഉടമയാണ്, അല്ലേ? ലോകത്തൊരുപാട് ആളുകൾ ഈ പ്രവാചകനെ അവഹേളിക്കാൻ നോക്കിയിട്ടുണ്ട്. കവിതകളിലൂടെ, ലേഖനങ്ങളിലൂടെ, മറ്റു പല രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽ സ്വഭാവത്തെ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ സഹവസിക്കാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്ത ആളുകൾ അക്സറുഹും അലയ്യ സ്വലാത്ത, എന്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവനായിരിക്കും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെ? ഒരു ഖുത്ബ തുടങ്ങുന്നത് മുതൽ ഖുത്ബ അവസാനിക്കുന്നത് വരെ ഏകദേശം അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാത്ത ഖുത്ബയുണ്ട് വിശ്വാസികളെ. അവിടുത്തെ പേര് പറയാത്ത ദീനി സദസ്സുകളുണ്ട്. പക്ഷേ നമ്മൾ ആരൊക്കെ ആ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് നേരുന്നുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുക. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നറിയോ? എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണെന്നാണ്. എത്ര ഗൗരവമുണ്ട് ആ വിഷയം! വളരെ ഗൗരവത്തിൽ നമ്മൾ അത് കാണണം. അതാണ് അല്ലാഹ് പറഞ്ഞത്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി, തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് നേരുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, അതുകൊണ്ട് സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് നേരുകയും അദ്ദേഹത്തിന്റെ മേൽ നിങ്ങൾ സലാം നേരുകയും ചെയ്യുവീൻ. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. വിശ്വാസികളെ, നിങ്ങൾ എന്ത് ചെയ്യണം? ആ പ്രവാചകന്റെ പേരിൽ നിങ്ങൾ സ്വലാത്തും സലാമും നിങ്ങൾ നേരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിന് വലിയ മജ്ലിസ് വേണമെന്നില്ല കേട്ടോ. അതിനൊരുപാട് ആളുകളെ വിളിച്ചുകൂട്ടി ഹാ ഹൂ ഹി ഒരുപാട് അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള സ്വലാത്തുകള് കച്ചവടമാണ്. സ്വലാത്ത് കൊണ്ടുള്ള കച്ചവടം, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലുള്ള സ്വലാത്ത് അത് നമ്മൾ ചൊല്ലണം. ഹബീബിന്റെ പേര് കേട്ടാൽ ആ പ്രവാചകന്റെ മേലും നമ്മൾ സ്വലാത്ത് നേരണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സ്വലാത്ത് കൊണ്ട് ഉദ്ദേശം അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞല്ലോ, തീർച്ചയായും അള്ളാഹു സ്വലാത്ത് നേരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് നേരുന്നു എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അനുഗ്രഹവും കാരുണ്യവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുക എന്നുള്ളതാണ്. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം പാപമോചനത്തിനും നന്മക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹത്തിനും നന്മക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ വിശ്വാസികളെ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം എണ്ണം പഠിപ്പിച്ചു തന്നിട്ടില്ല. ഒരാൾ എണ്ണം നിശ്ചയിച്ചാലോ അത് ബിദ്അത്തായി, അല്ലെ? അപ്പൊ വളരെ ഗൗരവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ സഹവസിക്കണം, നാളെ എനിക്ക് ആ പരലോകത്ത് വിജയം ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാനും പ്രാവർത്തികമാക്കുവാനുള്ള മനസ്സ് നൽകി
നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. വിശ്വാസികളെ, സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ സഹവസിക്കുവാനുമുള്ള ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. അതിൽ ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, മൻ ആല ജാരിയതൈൻ ഹത്താ തബ്ലുഗ ജാഅ യൗമൽ ഖിയാമ അന വഹുവ വളമ്മ അസ്വാബിഅഹു. പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾക്ക് ഒരുപാട് പ്രയാസമാണ്. അതായത് വരാനിരിക്കുന്ന ഭാവി കാര്യത്തെക്കുറിച്ച് ആദ്യമായിട്ട് എന്ത് ചെയ്യുക, പ്രയാസപ്പെടുക. പടച്ചോനെ, പെൺമക്കളാണല്ലോ, എന്താ കാട്ടുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് മക്കൾ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതൊരു പക്ഷേ ആൺകുട്ടികളായിരിക്കാം, ഒരു പക്ഷെ പെൺകുട്ടികളായിരിക്കാം. അപ്പോ ഏതാണോ റബ്ബ് നൽകിയത് ആ ഒരു അമാനത്തിൽ ഞാൻ എവിടെ എത്തി നിൽക്കുന്നു. അതായത് മക്കൾ എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വലിയൊരു അമാനത്താണ്. കാരണം എന്താ, ലോകത്ത് ഒരുപാട് ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ കൊടുത്തിട്ടില്ല. ഒരുപാട് ദമ്പതിമാർ ഇപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസരത്തിൽ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്തു, മക്കൾ എന്നുള്ള അനുഗ്രഹം നൽകി. അപ്പൊ ആ ഒരു അമാനത്തിനെ കൃത്യമായിട്ട് നമ്മൾ റബ്ബിങ്കലേക്ക് എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. അള്ളാന്റെ ദീന് പഠിപ്പിക്കണമെന്ന് ചുരുക്കം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക, മൻ ആല ജാരിയതൈൻ ഹത്താ തബ്ലുഗ ജാഅ യൗമൽ ഖിയാമ. ഒരാൾക്ക് 2 പെൺമക്കൾ ഉണ്ടായിട്ട് പ്രായപൂർത്തിയാകുന്നത് വരെ അവരെ നല്ല രൂപത്തിൽ പോറ്റി വളർത്തിയാൽ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ജാഅ യൗമൽ ഖിയാമത്തി അന വഹുവ വളമ്മ അസ്വാബിഅഹു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ 2 വിരലുകളും ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഞാനും അവനും സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കും. അല്ലേ? അപ്പൊ പെൺമക്കളുള്ള മാതാപിതാക്കൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വല്ലാതെ പ്രയാസപ്പെടേണ്ട. അവരെ നല്ല രൂപത്തിൽ നോക്കി വളർത്തിയാൽ അവനക്ക് നാളെ സ്വർഗാണെന്നാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികൾ, ഈ ആധുനിക കാലഘട്ടത്തിൽ വല്ലാത്തൊരു പ്രയാസവുമാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളെ പോറ്റി വളർത്തുക എന്നുള്ളത്. നമ്മൾ കേൾക്കുന്ന ഓരോ വാർത്തകൾ അല്ലെ, നമ്മുടെയൊക്കെ ഹൃദയം തകർന്നു പോകുന്ന രൂപത്തിലുള്ള വാർത്തകളാണ്. ഇവിടെ എന്താണെന്നറിയോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ വിഷയം, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ പെൺമക്കളെ നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, ദീനം കൊടുക്കുക. ആത്മാർത്ഥമായിട്ട് നമ്മുടെ മകളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. നമ്മളവരെ ചീത്ത വിളിച്ചു, ഓക്കെ, സ്വാഭാവികം. നമ്മളവരെ തല്ലി, സ്വാഭാവികം. പക്ഷേ സ്നേഹം എന്നുള്ള ആ 3 വാക്ക് അത് നമ്മൾ കൊടുക്കാതിരിക്കാൻ പാടില്ല. അത് നമ്മൾ കൊടുക്കണം. അത് എത്രത്തോളം കൊടുക്കാൻ കഴിയണ്ടോ അത്രത്തോളം കൊടുക്കണം. അല്ലേ? 15 വയസ്സായ മകളെ അല്ലെങ്കിൽ മകനെ മുത്തേ എന്ന് വിളിക്കുമ്പോഴും അതിനേക്കാൾ വലിയ വയസ്സുള്ള ഒരു കുട്ടിനെ മുത്തേ എന്ന് വിളിക്കുമ്പോഴൊക്കെ അവരുടെ മനസ്സിൽ സന്തോഷമാണ്. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ പെൺമക്കൾക്ക് ഈ സ്നേഹം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലുള്ള കുഴപ്പം എന്താ അറിയോ, നമ്മുടെ കുട്ടിക്ക് എവിടുന്നാണോ സ്നേഹം കിട്ടുന്നത് ആ ഭാഗത്തേക്ക് നമ്മുടെ കുട്ടി പോകും. അതിലൊരു സംശയവുമില്ല. ദീനും കൂടെ കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം എന്താ അറിയോ, നാണവും മാനവും ആഭിജാത്യവുമില്ലാത്ത മാതാപിതാക്കളോട് എനിക്കുള്ള കടമകൾ എന്ത്, കടപ്പാടുകൾ എന്തെന്നറിയാത്ത ഒരു കൂട്ടം യുവാക്കളും യുവതികളുമാണ് വിശ്വാസികളെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെ? അവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ മരുന്ന് അള്ളാന്റെ ഖുർആൻ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും പഠിപ്പിക്കുക. അള്ളാഹു നമ്മെ
അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഈ ഒരു സന്ദർഭം നമുക്കെല്ലാവർക്കും അറിയാം. രോഗവ്യാപനം വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ള വിഷയം, നമ്മൾ ശുചിത്വത്തിന്റെ കാര്യത്തിൽ, വൃത്തിയുടെ കാര്യത്തിൽ വല്ലാത്ത ശ്രദ്ധ നമ്മൾ കൊടുക്കുക. ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മോട് നിർദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൈറിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരാൾ മാസ്ക് ധരിക്കുന്നില്ല, അല്ലെങ്കിൽ മാസ്ക് ധരിച്ചുകൊണ്ട് പോകുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് നിയമപാലകരെ കാണുമ്പോൾ ധരിക്കുന്നു, ഓൻ പേടിച്ചത് ആരെയാണ്? നിയമപാലകരെയാണ്. അങ്ങനെയല്ല. ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്, ഞാൻ കാരണം എനിക്കും ഒന്നും ഉണ്ടാകാൻ പാടില്ല, മറ്റുള്ളവർക്കൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുക. റബ്ബിങ്കിലേക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഖുതുബക്ക് വരുന്നതിന്റെ തൊട്ട് മുമ്പേ ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു, ഈ ടെസ്റ്റ് ചെയ്തപ്പോ 2 പേരും കൂടി ടെസ്റ്റ് ചെയ്തു, 2 കൂട്ടുകാരാണ്. അപ്പൊ ടെസ്റ്റ് ചെയ്ത സന്ദർഭത്തിൽ ഒരാൾക്ക് നെഗറ്റീവും ഒരാൾക്ക് പോസിറ്റീവുമായി. പോസിറ്റീവായ മനുഷ്യൻ ഇന്നിപ്പോ അത് വിളിച്ച് പറയാണ്, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ രോഗത്തെ എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് ആളുകളുണ്ട് റബ്ബേ, ഒരുപാട് ആളുകളുണ്ട്. വീടുകളില്, ഹോസ്പിറ്റലുകളില്, സ്ഥാപനങ്ങളിലൊക്കെ ആയിട്ട് കഴിയാണ്, പ്രയാസപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പെട്ടെന്ന് രോഗശമനം നൽകി പൂർണ്ണ ആരോഗ്യവും ആയുസ്സും അവർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ കൃത്യം 12:30 തന്നെ നമ്മൾ ജുമാ ഖുത്ബ ഇൻഷാ അല്ലാഹ് നമ്മൾ ആരംഭിക്കും. എല്ലാ സഹോദരന്മാരും 12:20 ആകുന്നതിന്റെ ഉള്ളിൽ നമ്മുടെ ഭവനത്തിൽ എത്തിച്ചേരുക. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കുക. ഒന്നാമത് ഈ ഒരു സന്ദർഭവും നമ്മൾ ആലോചിക്കുക. ഈ ഒരാഴ്ച ഖുത്ബ ഉണ്ടാകില്ലേ എന്നുള്ളൊരു വളരെ അങ്ങേയറ്റത്തെ ഒരു നിരാശയിലായിരുന്നു നമ്മളൊക്കെ ഉണ്ടായത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വീണ്ടും നമ്മുടെ അടുക്കിലേക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി ഒരു പക്ഷെ എന്ത് സംഭവിക്കുമെന്നറിയാൻ നമുക്ക് ആർക്കും കഴിയില്ല. ഓരോ ദിവസവും ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ആരാധനകളുടെ വിഷയത്തിൽ നമ്മളൊരു ഖുത്ബയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആരാധനകളുടെ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായി കൊണ്ട് ആത്മാർത്ഥതയോടുകൂടി നമ്മൾ മത്സരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള മനസ്സ് നൽകി റബ്ബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായി കൊണ്ടുള്ള പാപങ്ങൾ റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകണേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും അപകട രോഗങ്ങളിൽ നിന്നും അല്ലാഹുവേ നീ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കുമാറാകണേ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന നല്ല മക്കളിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് കഴിയുന്ന മനുഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ അവർക്ക് ശാന്തിയും സമാധാനവും നൽകി നീ അവരെ അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, എല്ലാവിധ മാരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും രോഗവ്യാപനത്തിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കുമാറാകണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين الحمد لله رب العالمين.